ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബക്കാരെ സംസാരിക്കുമ്പോ ആവശ്യമില്ലാത്തൊരു വലിഞ്ഞു കേറണ്ട. ദമയന്തി, ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. എന്റെ മക്കള് തന്നെയാ. ആദ്യം മോനെ കാണാത്ത വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിൽ ഇത്തരം സംസാരമൊന്നും വേണ്ട. നീ എന്താ മോളെ ചോദിക്കുന്നത്? അമ്മ നിന്നെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്റെ ഭഗവാനെ, എന്റെ മോനെ ഒന്ന് കാണിച്ചു തരണേ. ഞാൻ എന്തിനു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനാണോ? അതെ അതെ. ഹരിയേട്ടാ, SP വിളിച്ച് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പൊ വിവരം എത്തിക്കോളും. സംഭവം നടന്ന സ്ഥലത്തെ CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനു നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുവിന്റെ മകന്. പക്ഷെ അല്പം പക്വതയോടുകൂടി മനു ഇക്കാര്യം കൈകാര്യം ചെയ്യണം. ഞാനിവിടുത്തെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുക. എനിക്ക് മനസ്സിലായി ഹരിയേട്ടാ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ജ്യോതിയുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. മനു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് വരൂ. എടോ, ഇതിനിടയിൽ രഹസ്യമൊന്നും വേണ്ട, താൻ പറ. നിത്യേച്ചി കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിത്യേച്ചിക്ക് ആദ്യം പിരിയാനൊന്നും പറ്റില്ല. നിത്യേച്ചി വേറെ എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജ്യോതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുമോ? ഇതിപ്പോ നിത്യേച്ചിയെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ സംസാരിക്കേണ്ടത്? കഷ്ടമാണ് മോളെ. 2-3 ദിവസമല്ലേ ആയുള്ളൂ നീ മനുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട്. അതുവരെ നീ നിഴല് പോലെ നിത്യയുടെ പുറകെ അല്ലായിരുന്നോ? അതുപോലെ നിത്യ നിന്നെ കെയർ ചെയ്യുന്നതും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടൊരാപത്ത് വരുമ്പോ എങ്ങനെയാ കുട്ടി നിനക്ക് തള്ളി പറയാൻ പറ്റുന്നേ? ഹരിയേട്ടന് നിത്യേച്ചി ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ജ്യോതി, ഇവിടെ ഇപ്പൊ ആരെങ്കിലും ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ മോനെ വേണം. അവൻ എവിടെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടത്? നിത്യമ്മ, അതെ, നിങ്ങൾ മനുവിനെ വിളിച്ച് കാര്യം പറ. ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് മുമ്പേ ഇവിടെ ഒന്ന് വരട്ടെ. ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ആരോട്? നിത്യോട്. നമ്മുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാലും പോലീസുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുഞ്ഞിനെന്തെങ്കിലും ചെയ്തതാണെങ്കിലേ അവള് പറയും. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിത്യം നിങ്ങൾക്കറിയില്ലായിരിക്കാം, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മോളെ. എന്റെ സുജാതെ, ഈ പത്രത്തിലും TV-യിലും ഒക്കെ വരുന്ന വാർത്ത കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും വൈകുന്നേരം കുറ്റവാളിയായി മാറുന്നത്. അതെ, എവിടെയെങ്കിലും വായിക്കാൻ കേട്ടതുമായ അറിവ് വെച്ച് നിത്യയെ വെറുതെ വിലയിരുത്തണ്ട. അവള് ചെയ്ത ഒരേ ഒരു തെറ്റ്
ആ കുഞ്ഞിനെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു എന്നത് മാത്രം. നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവനെ പിരിയാനുള്ള തീരുമാനം അവള് തന്നെയാണ് എടുത്തത്. ഓ, അത് വലിയ പുണ്യായി പോയി. എന്റെ മകൻ ചെയ്തതിന് ഒരു വിലയില്ലേ? ഒന്നുമില്ലെങ്കിലും 5-6 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ മോളെ തേടി വന്നില്ലേ? എന്നമ്മ சொல்ற? തേടി വന്നെന്ന് சொன்னே അപ്പൊ മനസ്സാർ ചെയ്തൊന്നും തെറ്റില്ല. ഇതാരൊക്കെയാ നിനക്ക് വേണ്ടി സംസാരിക്കുന്നേ? കുടുംബക്കാര് സംസാരിക്കുമ്പോ ആവശ്യമില്ലാത്തൊരു വലിഞ്ഞു കേറണ്ട. ദമയന്തി, ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. എന്റെ മക്കള് തന്നെയാ. ആദ്യം മോനെ കാണാത്ത വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിൽ ഇത്തരം സംസാരമൊന്നും വേണ്ട. ആന്റി പ്ലീസ്, ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംസാരം ഉണ്ടാവുന്നത് നല്ലതല്ല. ഇതിപ്പോ ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. അകത്ത് ഇതൊക്കെ കേട്ട് തളർന്നു പോകുന്ന ഒരാളുണ്ട്. അത് പലർക്കും മനസ്സിലാവില്ല ഹരി. ബന്ധങ്ങൾ കണക്ക് ചോദിക്കാൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ നമുക്കെല്ലാവരെയും ചോദ്യം ചെയ്യാനേ തോന്നും. നിത്യേച്ചി, മനു എന്നെ അന്വേഷിച്ചു വന്നപ്പോ പോലും ഒരു വിവാഹത്തിന് തയ്യാറല്ലെന്നാ ഞാൻ പറഞ്ഞേ. മറ്റാരേക്കാളും എന്നെ കൂടുതൽ നിർബന്ധിച്ചത് നിത്യേച്ചിയാ. മനു എന്നെ തേടി വന്നതിന് കാരണം ആദ്യ. എന്നിട്ടിപ്പോ മോളെ, എല്ലാം എനിക്കറിയാം. ആദ്യം മോനെ പിരിയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരില് ഞാൻ മോളെ ചതിക്കൊന്നും തോന്നുന്നുണ്ടോ? എന്നെ മനുവിന് വിവാഹം കഴിച്ചു കൊടുത്തപ്പോ നിങ്ങളുടെയൊക്കെ കടമകൾ തീർന്നു. പക്ഷെ അവിടെ ചെന്ന് കയറിയ നിമിഷം മുതല് ഞാൻ അനുഭവിക്കുക. എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ? ഏട്ടന്റെ അറസ്റ്റിനെ കുറിച്ച് അമ്മയും ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അത് കഴിഞ്ഞ ഇപ്പൊ ഇത് ഒന്നും വേണ്ട. നിത്യേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഒന്ന് വിളിക്കാനുള്ള മര്യാദ അച്ഛനും അമ്മയോ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കത്തില്ലായിരുന്നു. നിത്യേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ഇനി മനുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. അയ്യോ മോളെ, തിരിച്ചു പോണമെങ്കിൽ ആദ്യം എന്റെ കൂടെ വേണം. പോലീസുകാരുടെ അന്വേഷണത്തിലേ ആദ്യം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കുന്നേ?